ഗുഡ് മോർണിംഗ് ടു ഓൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ BA സോഷ്യോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് BSOC 105 പൊളിറ്റിക്കൽ സോഷ്യോളജിയിലെ ലാസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് സെക്ഷനാണ്. സോ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മൂവ്മെൻറ്റ് സ്റ്റഡീസും റെസിസ്റ്റൻസ് എന്നാൽ എന്താണ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സോഷ്യൽ മൂവ്മെൻറ്റ് സ്റ്റഡീസ് എന്താണ് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ തുടങ്ങി വെച്ചിരുന്നു. അപ്പോൾ സോഷ്യൽ മൂവ്മെൻറ്റ് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് കീ ക്വസ്റ്റ്യൻസിലേക്കാണ്. എന്താണ് സ്ട്രക്ചറൽ ചേഞ്ചും കോൺഫ്ലിക്റ്റും തമ്മിലുള്ള ലിങ്ക് എന്താണ്, അതുപോലെ കൾച്ചർ, കോൺഫ്ലിക്റ്റിൽ കൾച്ചറിൻ്റെ റോൾ എന്താണ്, അതുപോലെ എങ്ങനെയാണ് ഒരു ഐഡിയ അല്ലെങ്കിൽ ഐഡിയാസ് കളക്റ്റീവ് ആക്ഷനായി മാറുന്നത്, എങ്ങനെ ഒരു മൂവ്മെൻറ്റിൻ്റെ സക്സസിനെ കോണ്ടെക്സ്റ്റുകൾ എഫക്റ്റ് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൽ വരുന്ന രണ്ട് തിയറീസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ പേജ് നമ്പർ 162 ടെക്സ്റ്റിലെ പേജ് നമ്പർ എടുക്കുക. ഞാൻ അവിടുത്തെ സെക്കൻഡ് പാരഗ്രാഫ് വായിക്കാം. ആ ഒരു ഭാഗത്താണ് ഇത് വരുന്നത്. ഓക്കെ, while these questions certainly do not reflect entirely the richness of current debate on collective action and social movements, they have surely played a significant role in shaping discussion over the last decade. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു ഈ ഒരു സോഷ്യൽ മൂവ്മെന്റിനെ കുറിച്ചിട്ടുള്ള പഠനത്തിൽ വലിയൊരു ഭാഗം അത് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രക്ചറൽ ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഹാസ് ഓക്യുപ്പൈഡ് എ സെൻട്രൽ റോൾ ഇൻ ദ നിയോ മാർക്സിസ്റ്റ് വേൾഡ് സിസ്റ്റം തിയറി ആസ് ഡെവലപ്ഡ് ബൈ വാലസ്റ്റീൻ 2004. അപ്പോൾ 2004 അപ്പോൾ കുറച്ച് റീസെൻ്റ് ആയ തിയറിയാണ് നോക്കുന്നത്. അതിലെ സ്ട്രക്ചറൽ ചേഞ്ചും ട്രാൻസ്ഫോർമേഷൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു വലിയ റോള് നിയോ മാർക്സിസ്റ്റ് വേൾഡ് സിസ്റ്റം തിയറി വാലസ്റ്റീൻ കൊണ്ടുവന്ന ഈ ഒരു തിയറിയിൽ ഈ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പിന് വലിയ പ്രാധാന്യം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. തിയറൈസിങ് ദ ഹിസ്റ്ററി ഓഫ് ഗ്ലോബൽ ക്യാപിറ്റലിസം, ഇറ്റ് is seen as important role for social movements in the resistance of global capitalism, offering a structuralist account of collective action. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ ക്യാപിറ്റലിസത്തിൻ്റെ ഹിസ്റ്ററി നോക്കി അതിന് തിയറൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. എന്താന്ന് വെച്ചാൽ സോഷ്യൽ മൂവ്മെൻറ്റ്സിലെ എന്താണ് സ്ട്രക്ചറലിസ്റ്റ് അക്കൗണ്ട് ഓഫ് കളക്റ്റീവ് ആക്ഷനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗ്ലോബൽ ക്യാപിറ്റലിസത്തിലുള്ള സോഷ്യൽ മൂവ്മെൻറ്റ് റെസിസ്റ്റൻസിൻ്റെ സോഷ്യൽ മൂവ്മെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. ദിസ് അപ്രോച്ച് ഹാസ് ബീൻ പെർട്ടിക്കുലർലി യൂസ്ഡ് ഇൻ റിസർച്ച് ഓൺ സോഷ്യൽ മൂവ്മെൻറ്റ്സ് അഗൈൻസ്റ്റ് ഡെവലപ്മെൻറ്റലിസം. അപ്പോൾ ഈ ഒരു അപ്രോച്ച് തന്നെ എന്ന് വെച്ചാൽ സ്ട്രക്ചറലിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റഡി തന്നെ പിന്നീട് എന്താണ് പല സോഷ്യൽ മൂവ്മെൻറ്റ്സുകളെ പഠിക്കാൻ എന്ന് വെച്ചാൽ ഡെവലപ്മെന്റലിസത്തിന് അഗെയിൻസ്റ്റ് ആയ സോഷ്യൽ മൂവ്മെൻറ്റ്സ്, നിയോ ലിബറലിസത്തിന് അഗെയിൻസ്റ്റ് ആയ സോഷ്യൽ മൂവ്മെൻറ്റ്സ്, അങ്ങനെയുള്ള പല മൂവ്മെൻറ്റ്സിനെ പഠിക്കാനും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. There can be no social movement without a pre-subsystem strain എന്നാണ് പിന്നീട് ഒരു വ്യക്തി പറഞ്ഞത്. അതാണ് നീൽസ് മെൽസർ പറയുന്നത് ഒരു സോഷ്യൽ മൂവ്മെൻറ്റും ഉണ്ടാവില്ല, അതിന് മുമ്പുള്ള ഒരു സ്ട്രെയിനിൻ്റെ സബ്സിസ്റ്റം ഇല്ലാതെ ഒരു സോഷ്യൽ മൂവ്മെൻറ്റും ഇന്ന് ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു കളക്റ്റീവ് ബിഹേവിയറിൻ്റെ തുടക്കം ഈ ഒരു സ്ട്രെയിനിൽ നിന്നായിരിക്കും, ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നായിരിക്കും. For Smeltzer, only those social movements are worthy of detailed attention which are successful in the sense that they become part of conventional social order, performing functions in the new society which other associations performed in the old. അപ്പോൾ അദ്ദേഹത്തിനും എന്താണ് ഏത് ഇപ്പോൾ സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഏറ്റവും നല്ല വൃത്തിയായിട്ട് ഡീറ്റെയിൽഡ് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്ന സോഷ്യൽ മൂവ്മെൻറ്റ്സ് എല്ലാം ഏത് സക്സസ്ഫുൾ ആവണം, ഏത് രീതിയിൽ കൺവെൻഷണൽ സോഷ്യൽ ഓർഡറിൻ്റെ ഭാഗമാവുകയും വേണം, ന്യൂ സൊസൈറ്റിയിൽ ഒരു ഫങ്ഷൻ പെർഫോം ചെയ്യണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടാവണം എന്നാണ് അദ്ദേഹത്തിൻ്റെയും ഒപ്പീനിയൻ. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ദാറ്റ് പാരഗ്രാഫ് ഈസ് ടോക്കിംഗ് അബൌട്ട്. അപ്പോൾ സ്മെൽസറിന്റെ തിയറിയിൽ പറയുന്നത് സോഷ്യൽ സ്ട്രെയിൻസ് ആണ് സോഷ്യൽ മൂവ്മെന്റ്സിന് കാരണമാകുന്നത്. വേൾഡ് സിസ്റ്റം തിയറിയിൽ വാലസ്റ്റീൻ പറയുന്നത് റെസിസ്റ്റൻസ് ടു ഗ്ലോബൽ ക്യാപിറ്റലിസത്തെ കുറിച്ചാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ഗ്ലോബൽ ക്യാപിറ്റലിസം, സോഷ്യൽ മൂവ്മെന്റ്സ് ഇൻ ദ റെസിസ്റ്റൻസ് ഓഫ് ഗ്ലോബൽ ക്യാപിറ്റലിസം എന്ന് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറലിസ്റ്റ് അക്കൗണ്ട് ഓഫ് കളക്റ്റീവ് ആക്ഷൻ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്നാണ് വാലൻസ്റ്റൈൻ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ്. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ നടന്ന ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്സ്, പുതിയ സോഷ്യൽ മൂവ്മെൻറ്റ്സിലെല്ലാം ഐഡൻറ്റിറ്റി, കൾച്ചർ, നോളജ് ഇതിലൊക്കെയാണ് ഫോക്കസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രീവിയസിലുള്ളതൊക്കെ ക്ലാസ് ബേസ്ഡ് മൂവ്മെൻറ്റ്സാണ്. ഇപ്പം നിങ്ങൾ വേൾഡ് സിസ്റ്റം തിയറിയിൽ ക്യാപിറ്റലിസത്തെ കുറിച്ച് പറയുകയാണെങ്കിലും അതെന്താണ്
ആ ഒരു ക്ലാസ് ബേസ്ഡ് സൊസൈറ്റിയിലുള്ളതാ. പക്ഷെ ഒന്നുകൂടി മോഡേൺ ആയിട്ട് ഇപ്പത്തെ നോക്കുകയാണെങ്കിൽ ഐഡന്റിറ്റി, കൾച്ചർ, നോളജിന്റെ ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റ്സ് ആണ് കാണാൻ സാധിക്കുക. അതിനെക്കുറിച്ച് പറഞ്ഞ തിങ്കേഴ്സ് ആണ് ക്ലോസ് ഒഫെ, അലൈൻ ടെറൈൻ, ആൽബർട്ടോ മെലുച്ചി, ജർഗൻ ഹെബർമാസ്. ഇവരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞ ആൾക്കാരാണ്. പക്ഷെ ഈ ഒരു ഐഡിയയ്ക്ക് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ഐഡിയ ലിബറൽ പൊളിറ്റിക്സിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, കൺസർവേറ്റീവ് മൂവ്മെന്റ്സിനൊക്കെ ഒഴിവാക്കി കളയാണ്, ഗ്ലോബൽ ഏജൻസീസിന്റെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള തിയറിയാണ് ഇത് എന്നുള്ളതൊക്കെയാണ് ഇതിന് അഗെയിൻസ്റ്റ് വന്നിട്ടുള്ള ക്രിറ്റിസിസം. ഓക്കെ, അപ്പൊ ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സിനെ കുറിച്ച് പഠിച്ച ആളുകളാണ് ആര്? ഈ തിങ്കേഴ്സ് ക്ലോസ് ഓഫെ, അലൈൻ ടെറൈൻ, ആൽബർട്ടോ മെലുച്ചി, ജർഗൻ ഹെബർമാസ്. എന്നിട്ട് അവർ പറയുന്നത് ഇപ്പോഴത്തെ സൊസൈറ്റി, പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി നോക്കി അവിടുത്തെ സോഷ്യൽ മൂവ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ഐഡന്റിറ്റി, കൾച്ചർ, നോളജിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ട്രഡീഷണൽ ക്ലാസ് ബേസ്ഡ് മൂവ്മെന്റ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്നാണ് ഇവരുടെ ഒപ്പീനിയൻ. പക്ഷെ ഇതിന് ഒരുപാട് ക്രിറ്റിസിസം കിട്ടിയിട്ടുണ്ട്. ആ ക്രിറ്റിസിസം ആണ് എന്താണ്, ലിബറൽ പൊളിറ്റിക്സിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, കൺസർവേറ്റീവ് മൂവ്മെന്റ്സ് ഒക്കെ ഇഗ്നോർ ചെയ്യുകയാണ്, അതുപോലെ ഗ്ലോബൽ ഏജൻസീസിന്റെ ഇൻഫ്ലുവൻസിൽ നിന്നാണ് ഈ ഒരു തിയറിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റിസോഴ്സ് മൊബിലൈസേഷൻ തിയറി. അഗെയിൻ പേജ് നമ്പർ 163 കാണാം റിസോഴ്സ് മൊബിലൈസേഷൻ തിയറി. ദ റിസോഴ്സ് മൊബിലൈസേഷൻ തിയറി ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ഫോക്കസ് ഓൺ ദ റോൾ ഓഫ് പവർ ആൻഡ് പവർ സ്ട്രഗിൾസ് ഇൻ മൊബിലൈസിംഗ് പീപ്പിൾ ഫോർ കളക്റ്റീവ് ആക്ഷൻ. ഓക്കെ, അപ്പൊ റിസോഴ്സ് മൊബിലൈസേഷൻ തിയറി ഫോക്കസ് ചെയ്യുന്നത്, ആ ഒരു സോഷ്യൽ മൂവ്മെന്റ്സിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, പവറിന്റെ റോളും പവർ സ്ട്രഗിൾസ്, എങ്ങനെയാണ് ആളുകളെ കൂട്ടത്തോടെ എത്തിക്കാൻ പറ്റുന്നത്, അതിൻ്റെ ഇടയിലുള്ള പവർ സ്ട്രഗിൾസിനെ കുറിച്ചിട്ടാണ് അത് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് റിസോഴ്സസും നെറ്റ്വർക്സിനും ഡിപ്പെൻഡ് ചെയ്യുന്നു. പാർട്ടിസിപ്പേഷൻ, ആ ഒരു മൂവ്മെന്റിലേക്ക് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരു റാഷണൽ ഡിസിഷൻ ആണെന്ന് ആ ഒരു തിയറിയിലൂടെ പറയുന്നത്. എന്ന് വെച്ചാൽ കോസ്റ്റ് വേഴ്സസ് ബെനിഫിറ്റ്. ഇപ്പൊ ഞാൻ ആ ഒരു മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, അതിനനുസരിച്ചിട്ടാണ് ആളുകൾ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നൊരു ഐഡിയയാണ് ഈ ഒരു തിയറിയിൽ മുന്നോട്ട് വെക്കുന്നത്. നെക്സ്റ്റ് പൊളിറ്റിക്കൽ പ്രോസസ് തിയറിയാണ്. ഇതിൽ ഫോക്കസ് കൂടുതലും കൊടുക്കുന്നത് പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റീസിനെയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആ മൂവ്മെന്റ് സക്സസ്ഫുൾ ആവണമെങ്കിൽ സിസ്റ്റം ഓപ്പൺ ആവണം, വൾണറബിൾ ആവണം എന്നാണ് അതിൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നത്. ഓക്കെ, അത് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. ഇറ്റ്സ് പൊളിറ്റിക്കൽ വേരിയന്റ് എന്ന് വെച്ചാൽ ഇതിന്റെ പൊളിറ്റിക്കൽ വാരിയന്റ് ആണ് എന്ത്, പൊളിറ്റിക്കൽ പ്രോസസ് തിയറി. ഇറ്റ് റീഅസേർട്സ് ദ പ്രൈമസി ഓഫ് ദ പൊളിറ്റിക്കൽ ബൈ emphasizing not only the existence of generalized resource and most important the existence of generalized resource and emergence of organization, but also the most important the existence of favorable structure of political opportunity. അപ്പോൾ ഈ ഒരു എന്താ പറയുക, റിസോഴ്സ് ഇതിനൊക്കെ അല്ല, അത് മാത്രമല്ല എന്താണ്, പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റീസ്, ആ സ്ട്രക്ചേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റീസ് ഫേവറബിൾ ആണോ എന്നും കൂടി നോക്കിയിട്ടാണ് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി സ്ട്രക്ചേഴ്സ് refers to the receptivity of vulnerability of the political system to organize the protest by given challenging group. ഇപ്പോൾ ഒരു ചലഞ്ചിങ് ഗ്രൂപ്പ് പ്രൊട്ടസ്റ്റിന് പോകുമ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം വൾണറബിൾ ആണോ വീക്ക് ആണോ എന്ന് നോക്കിയിട്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മാത്രമാണ് അവിടെ സക്സസ് ആവാനുള്ള സാധ്യതയുള്ളൂ. അവർ വീക്ക് അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോകും എന്നുള്ളൊരു ഐഡിയ ആണ് പൊളിറ്റിക്കൽ പ്രോസസ് തിയറിയിൽ വരുന്നത്. അപ്പൊ ഈ തിയറീസിനും ഒരുപാട് ക്രിറ്റിസിസം കിട്ടിയിട്ടുണ്ട്. എന്താണ്, ഇമോഷൻസും കൾച്ചറും വാല്യൂസിനും ഒന്നും പ്രാധാന്യം കൊടുക്കാത്ത തിയറികളാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെയും ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ മൂവ്മെന്റ് വേഴ്സസ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ സോഷ്യൽ മൂവ്മെന്റിന് ടാർഗറ്റുകൾ ഉണ്ടാവാം. ഒരുപക്ഷെ ലോക്കൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ എൻറ്റയർ സിസ്റ്റം ആയിരിക്കാം. അതാണ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റൻസ് ആണ്. എന്താണ് റെസിസ്റ്റൻസ്, അതിൻ്റെ ഒരു മീനിങ് ആണ് നോക്കാൻ പോകുന്നത്. റെസിസ്റ്റൻസിന് ഒരു സിംഗിൾ ഡെഫിനേഷൻ ഇല്ല. ഇതിൽ ആക്ഷൻ ഓപ്പോസിഷൻ ആണ്. ദെൻ അതിൻ്റെ പേരിൽ ഡിബേറ്റ്സുകൾ, അതിൻ്റെ അവയർനെസ് റെക്കഗ്നിഷൻ, അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഡിബേറ്റ്സുകളും നടക്കുന്ന ഒന്നാണ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ മേജർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഹാബിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഇമാജിനേഷൻ്റെ അടിസ്ഥാനത്തിൽ, ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് റെസിസ്റ്റൻസ് നടക്കുക. ഓർഗനൈസ്ഡ് അല്ല, എവറിഡേ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പല കാര്യങ്ങൾക്കെതിരെ പ്രതിരോധിക്കാം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റെസിസ്റ്റൻസിന്റെ ഫോംസ് ആണ് ഇനി നിങ്ങൾ നോക്കേണ്ടത്. നമ്മൾ നമ്മുടെ പ്രതിരോധം പല രീതിയിൽ അറിയിക്കാം. ഒന്നാമത്തത് ട്രിക്കറി എന്ന് വെച്ചാൽ ഇപ്പോൾ ആരാണോ അതോറിറ്റി അതിനെ മിസ്ലീഡ് ചെയ്യുന്ന പരിപാടി.
എന്ന് വെച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാതെ ഇങ്ങനെയൊക്കെ പണി കൊടുക്കുക. നെക്സ്റ്റ് ഹ്യൂമർ എന്ന് വെച്ചാൽ പവറിനെ ഇൻഡയറക്റ്റ് ആയിട്ട് മോക്ക് ചെയ്യുക, സർക്കാസ്റ്റിക് ഡയലോഗ്സിലൂടെയൊക്കെ ചെയ്യാം. കൺസീൽമെന്റ് എന്ന് വെച്ചാൽ ആക്ഷൻസ് ഹൈഡ് ചെയ്യുക, അങ്ങനെയും നമുക്ക് ഫൈറ്റ് ചെയ്യാം. ആബ്സെന്റീസം എന്ന് വെച്ചാൽ വർക്കൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി വർക്കൊക്കെ അവോയ്ഡ് ചെയ്ത് സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുന്ന പരിപാടി ചെയ്യാം. ഫെയിൻഡ് ഇഗ്നോറൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഈ കാര്യം മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ പ്രിറ്റൻഡ് ചെയ്തും നിൽക്കാം. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് നടത്താം. അങ്ങനെയുള്ള രീതിയിലുള്ള റെസിസ്റ്റൻസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഒന്ന് എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് പല രീതിയിൽ വരാം. ആ പല രീതികളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, റെസിസ്റ്റൻസ് ആസ് ടാക്ടിക്സ്. ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തി മിഖേൽ ഡി കാർട്ടോ ആണ്. അതിലെന്താ പറയുന്നത് വെച്ചാൽ ഡൊമിനേറ്റഡ് ഗ്രൂപ്പ്സിന്റെ ഹിഡൻ ആക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് കോൺഫ്രണ്ട് ചെയ്യാതെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്ന് ആരും കാണാതെ ടാക്ടിക്കോട് കൂടി പ്രവർത്തിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഡെലിബറേറ്റ്ലി വർക്ക് സ്ലോ ആക്കുക, അതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ എനിക്ക് ഇഷ്ടാവില്ല അതോറിറ്റീനെ, അപ്പം ഞാൻ എന്താണ് ഡയറക്റ്റ് പോയി ക്വസ്റ്റ്യൻ ചെയ്യാതെ എൻ്റെ വർക്കൊക്കെ സ്ലോ ആക്കി ആടിപ്പാടി അവരുടെ കറക്റ്റ് ടൈമിൽ വർക്ക് സബ്മിറ്റ് ചെയ്യാതിരിക്കുന്ന ആ ഒരു രീതി, അതാണ് റെസിസ്റ്റൻസ് ആസ് ടാക്ടിക്സ് എന്ന് പറയുന്നതിൽ വരുന്നത്. ഇനി റെസിസ്റ്റൻസ് ആസ് കൗണ്ടർ മൂവ്മെന്റ് എന്ന് പറയുന്നത് EP തോംസൺ ആണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് വർക്കേഴ്സിന്റെയും പെസൻസിന്റെയും സൈലന്റ് റിവോൾട്ട് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഓക്കെ, ട്രഡീഷൻ സോളിഡാരിറ്റിയുടെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള സൈലന്റ് റിവോൾട്ട് ആണ് ഈ ഒരു കൗണ്ടർ മൂവ്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് നിങ്ങൾക്ക് പേജ് നമ്പർ 165 കാണാം. റെസിസ്റ്റൻസ് മീൻസ് എ സൈലന്റ് റിവോൾട്ട് ഫെഡ് ഫ്രം പോപ്പുലർ ട്രഡീഷൻ ഓഫ് സോളിഡാരിറ്റി അഗൈൻസ്റ്റ് അബ്യൂസ് ഓഫ് അതോറിറ്റി. എന്താണ് ഇവിടെ പറയുന്നത്? ഫെൽറ്റ് ആസ് ഇല്ലെജിറ്റിമേറ്റ് ഓൺ ദ പാർട്ട് ഓഫ് ദ റൂളിംഗ് ക്ലാസ്. റൂളിംഗ് ക്ലാസ്സിന് അതൊരു ഇല്ലെജിറ്റിമേറ്റ് ആയിട്ട് നിയമത്തിന്റെ രീതിയിലുള്ളതല്ല എന്ന് തോന്നാം. അതോറിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സോളിഡാരിറ്റിയോട് കൂടി സൈലന്റ് റിവോൾട്ടാണ് കൗണ്ടർ മൂവ്മെന്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് റെസിസ്റ്റൻസ് ആസ് കൗണ്ടർ ഹെഗമണി. ഗ്രാംഷിയുടെ ആണ്. ഇതെന്താ വെച്ചാൽ ഹെഗമണി എന്താണ്? കൺസെന്റിലൂടെയുള്ള ഡൊമിനൻസ് ആണ്. എന്ന് വെച്ചാൽ കൺസെന്റ് ഐഡിയാസ് എന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിലേക്ക് പല രീതിയിലുള്ള ഐഡിയോളജി കൾച്ചറൊക്കെ അവരറിയാതെ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ അറിയാതെ തന്നെ ജനങ്ങൾ എന്താണ് ആ ഒരു ഐഡിയോളജി ഒക്കെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്നു. അപ്പോൾ വിത്ത് കൺസെന്റ് ആണ്. പക്ഷെ ഇതിനെതിരെ റെസിസ്റ്റൻസ് എങ്ങനെയാ വരിക? പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരിക, ഡൊമിനന്റ് ഐഡിയോളജിയെ ചലഞ്ച് ചെയ്തിട്ട്. അപ്പൊ ഇതൊരു പാസീവ് റെവല്യൂഷൻ ആണ്. കാരണം എന്താ വെച്ചാൽ മാസ് ആക്ഷൻ ഇല്ലാതെ ഇതിൽ സ്ലോ ചേഞ്ച് ആണ് സംഭവിക്കുക. എന്ന് വെച്ചാൽ മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ മാറ്റിയെടുക്കുക. അപ്പൊ ഹിസ്റ്ററി ഡിസ്റ്റോഷൻ നമ്മൾ പറയും. ആഫ്റ്റർ കോളനൈസേഷൻ എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ ബ്രിട്ടീഷിന്റെ ഒരു രീതിയിലേക്ക് മാറ്റിയിരുന്നു. സ്ലോലി നമ്മൾ നമ്മുടെ ഇത് മാറ്റിയെടുക്കുക. അപ്പൊ അതൊരു സ്ലോ മൂവ്മെന്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആസ് ഇൻഫ്രാ പൊളിറ്റിക്സ്. ഇത് കൊണ്ടുവന്നത് ജെയിംസ് സ്കോട്ട് ആണ്. ഇത് ഹിഡൻ എവരിഡേ റെസിസ്റ്റൻസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫുഡ് ഡ്രാഗിങ് അല്ലെങ്കിൽ സബോട്ടേജ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആരും വളരെ ഒളിവിൽ നിന്നിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്. ഇപ്പോൾ ഫുഡ് ഡ്രാഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിബറേറ്റ്ലി വർക്കുകൾ സ്ലോ ആക്കുക. സബോട്ടേജ് എന്ന് പറഞ്ഞാൽ ഇന്റൻഷനലി എന്തെങ്കിലും ഒരു സാധനം നശിപ്പിക്കുക. ഇപ്പോൾ വർക്കിംഗ് പ്ലേസിലൊക്കെ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് മണ്ണെണ്ണ വീണു, തീ കത്തി എന്നൊക്കെ പറഞ്ഞിട്ട് റെസിസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ ഹിഡൻ ആണ്, നമ്മൾ റെസിസ്റ്റ് ചെയ്യുകയാണ്, പക്ഷെ അത് എല്ലാവരെയും അറിയിച്ചുകൊണ്ടല്ല. എവരിഡേ റെസിസ്റ്റൻസ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹിഡൻ വേഴ്സസ് പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ്സ്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ പേജ് 166 പറയുന്നുണ്ട്. ഇതിനേക്കാൾ മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഇൻഫ്രാ പൊളിറ്റിക്സ്, റെസിസ്റ്റൻസ് ആസ് ഇൻഫ്രാ പൊളിറ്റിക്സ്, അത് നോക്കാം. ഇൻഫ്രാ പൊളിറ്റിക്സ് ക്യാൻ ബി ഡെഫിക്റ്റഡ് ആസ് ദ ഗ്രൗണ്ട് ലൈസ് ബിറ്റ്വീൻ വാട്ട് ഹി കോൾസ് ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ് ആൻഡ് പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇൻഫ്രാ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റിന്റെയും അതുപോലെ പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റിന്റെയും ഇടയിൽ നിൽക്കുന്ന ആ ഒരു ഗ്രൗണ്ടാണ്. പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ് ആർ ദ സെൽഫ് പോർട്രേറ്റ് ഓഫ് ഡൊമിനന്റ് അലൈറ്റ്സ് ആസ് ദേ വുഡ് ഹാവ് ദംസെൽഫ് സീൻ. പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൊമിനൻസിനെ അവരെ എങ്ങനെ കാണണം എന്നുള്ളത് പോലെ അവതരിപ്പിക്കുന്നതിനെയാണ് പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുക. പാർഷ്യൽ ആൻഡ് പാർട്ടീസൺ നറേറ്റീവ് എയിംഡ് അറ്റ് ദ നാച്ചുറലൈസേഷൻ ഓഫ് പവർ റിലേഷൻ. അതെന്താന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് നറേറ്റീവ് ആണ്. എങ്ങനെ ഈ പവർ റിലേഷൻസ് എല്ലാം നാച്ചുറൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നറേഷൻ ആയിരിക്കും ഈ ഒരു പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റിൽ കാണുക. ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ് ആർ ദ ഓഫ് സ്റ്റേജ് റെസ്പോൺസസ് ടു പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ്.
springing out of the experience of indignates. It's a collective oppositional narrative concealed from the public sphere. അപ്പോൾ ഇതെന്താണ് ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഓഫ് സ്റ്റേജ് റെസ്പോൺസുകളാണ്. ഓൺ സ്റ്റേജ് അല്ല, ഓഫ് സ്റ്റേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടുള്ള റെസ്പോൺസുകളാണ്. എന്ന് വെച്ചാൽ ഈ ഒപ്രസ്ഡ് ഗ്രൂപ്പിന്റെ റിയൽ ഫീലിങ്സ് എഴുതിയിട്ട് വരിക എന്ന് വെച്ചാൽ ആ ഒരു സ്ക്രിപ്റ്റ് ആണ്, മുന്നോട്ട് വരുന്നതാണ്. അങ്ങനെയുള്ളൊരു നെറേറ്റീവാണ് ഈ ഒരു കാര്യം. ഇൻ ഷിഫ്റ്റിംഗ് ദ ഫോക്കസ് ടു ഇൻഫ്രാ പൊളിറ്റിക്സ് ടു എവരിഡേ ഫോം ഓഫ് റെസിസ്റ്റൻസ്, സ്കോട്ട് ഈസ് നോട്ട് denying the importance of peasant rebellions of the insurgent movement. Rather, he is directing our attention toward the hidden, less dramatic but equally real forms of resistance that rushes such spectacular eruption against power for decades before they come to the surface. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള നെറേഷൻസ് എന്ന് വെച്ചാൽ നമുക്കുള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ആദിവാസി പ്ലേസ് ആണ്. ഈ ആദിവാസി പ്ലേസിനെ സപ്രസ് ചെയ്യാൻ ഒരു ഡൊമിനന്റ് പീപ്പിൾസ് കുറച്ച് പേര് അവിടെ ഉണ്ട്. കുറേ കാലം അവരെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കുറച്ച് കാലം അവരെന്തായിരിക്കും, എല്ലാം ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കും അല്ലേ. പിന്നീട് ഹിഡൻ ആയിട്ടുള്ള പല ടാക്ടിക്സുകൾ ചെയ്യും അല്ലേ. എന്ന് വെച്ചാൽ വർക്ക് സ്ലോ ആക്കുക, മെല്ലെ മെല്ലെ വർക്കുകൾ ചെയ്യുക, അങ്ങനെയുള്ള പല പരിപാടികൾ അവരെ ചെയ്യും. എന്ന് വെച്ചാൽ ആരെയും കാണിക്കാതെ ചിലപ്പോൾ തീയിട്ട് നശിപ്പിക്കുക, അങ്ങനെയുള്ള പ്രതിരോധ മാർഗങ്ങൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ പിന്നീട് സൈലന്റ് റിവോൾട്ടുകളും നിങ്ങൾക്ക് കാണാം. മെല്ലെ മെല്ലെയുള്ള സൈലന്റ് റിവോൾട്ടുകളും കാണാം. ഇനി അവിടെ കൊണ്ടുവന്ന ഐഡിയോളജീസിനെ മാറ്റാനുള്ള പുതിയ ഐഡിയോളജീസ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഫുഡ് ഡ്രാഗിങ്, സബോട്ടേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ഈ ഒരു ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ് അതുപോലെ പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റിന് ഇടയിൽ നിന്നുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്. പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇവർ ഡൊമിനേറ്റഡ് ആയ ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഐഡിയോളജിയാണ്. ഹിഡൻ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇവർ സ്വയം ഇവരുടെ നെറേറ്റീവ് ഉണ്ടാക്കുകയാണ്. എന്താ അവസ്ഥ എന്ന് ഇവർ പോർട്രേ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹിഡൻ നെറേറ്റീവ്സ് ആയിരിക്കും ജനങ്ങളുടെ ഇടയിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ഗ്രാജുവലി ആണ് സർഫേസ് ലെവലിൽ അതൊരു വലിയ മൂവ്മെന്റ് ആയിട്ട് മാറുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻഫ്രാ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇവ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഗ്രൗണ്ട് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എവരിഡേ റെസിസ്റ്റൻസ് ആണ് ലാർജർ മൂവ്മെന്റ്സിന് കാരണമാകുന്നത്. ഹിഡൻ സ്ട്രഗിൾസ് ആണ് റിവല്യൂഷൻസിന് കാരണമാകുന്നതെന്ന് മനസ്സിലാക്കുക. ആ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്ട്രഗിൾസ് ആണ് പിന്നീട് ഒരു വലിയ റെവല്യൂഷൻ ആയിട്ട് മാറുന്നതെന്നും അതുപോലെ എവരിഡേ നമ്മൾ ചെയ്യുന്ന പല റെസിസ്റ്റൻസുമാണ് പിന്നീട് ഒരു ലാർജർ മൂവ്മെന്റ് ആയിട്ട് മാറുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദിസ് പാർട്ട് ഈസ് ഓൾസോ വെരി ഈസി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.